ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഞാൻ വീഡിയോയ്ക്കകത്ത് ന്യൂസിലൻഡ് ഓസ്കിക്കകത്തുള്ള ഓറൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആ സ്റ്റേഷൻ്റെ പേര് ഓറൽ മെഡിസിൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓറൽ മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓറൽ മെഡിസിൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്, ഈ സ്റ്റേഷൻ എങ്ങനെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും എന്ന് പറ്റിയൊരു വീഡിയോ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഞാൻ കുറേ പിള്ളേരെ പഠിപ്പിച്ചു, ഒരു 50 പിള്ളേരെ പഠിപ്പിച്ച് 50 പേരെ ഞാൻ ജയിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കുട്ടികളൊക്കെ എന്നോടൊരു കൺഫ്യൂഷൻ പറഞ്ഞായിരുന്നു. അതായത് അവർക്ക് ആ സിറിഞ്ച്, ഓറൽ സിറിഞ്ച് ആ ബോട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റാച്ച് ചെയ്താൽ തന്നെ അവർക്ക് ആസ്പിറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്പില്ലാകുന്നു, കയ്യെ തെറിക്കുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കുറേ കുട്ടികൾക്ക് അവർക്ക് ഈ ഒരു വീഡിയോ അവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരാളുടെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ല കുറച്ച് കുട്ടികൾ കൂടുതൽ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഓസ്ട്രേലിയൻ ഓസ്കിയുടെ കുറേ സീരീസ് ഓഫ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, UK ഓസ്കി ഇട്ടിട്ടുണ്ട്, അതുപോലെ അയർലൻഡ് ആപ്പിൾ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്പെഷ്യലിസ്റ്റ് ഓസ്കി ട്രെയിനറാണ്. ഓസ്കി തന്നെയാണ് എൻ്റെ സബ്ജക്റ്റ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഓസ്കിയിൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ, ഏകദേശം ഒരു 1000ഓളം സ്റ്റുഡൻസിനെ ഓസ്കി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 500ഓളം സ്റ്റുഡൻസിനെ UK ഓസ്കി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 300ഓളം സ്റ്റുഡൻസിനെ ഓസ്ട്രേലിയൻ ഓസ്കി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓസ്ട്രേലിയൻ ഓസ്കിയുടെ രീതിയിലാണ് ഇത് പോകുന്നത്, UK ഓസ്കിയുടെ രീതിയിലല്ല. UK ഓസ്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ രീതി പഠിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിക്കത്തില്ല. കാരണം UK ഓസ്കി ചെയ്യുന്ന 6 മിനിറ്റ് മുതൽ 21 മിനിറ്റ് വരെയുള്ള പല ടൈം ഫ്രെയിമിലാണ് ചെയ്യുന്നത്. മൊത്തം 8 മിനിറ്റിലാണ് ചെയ്യുന്നത്. അവിടുത്തെ എല്ലാ സ്റ്റെപ്പും എടുത്തിട്ട് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈമിൽ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഓസ്കി ട്രെയിനർ ഞാൻ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ ഓസ്ട്രേലിയൻ ഓസ്കി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ന്യൂസിലൻഡ് ഓസ്കി സക്സസ്ഫുൾ ആയിട്ട് 50 പേരോട് ജീവിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ന്യൂസിലൻഡ് ഓസ്കി ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂസിലൻഡ് ഓസ്കിക്കകത്ത് നമുക്ക് ഈ മെഡിക്കേഷൻ, നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേഷൻ്റെ അകത്ത് ഈ സിറിഞ്ച് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സാധാരണ മെഡിസിൻ കൊടുക്കുന്ന ഇതുപോലെ ഒരു മെഡിസിൻ കപ്പിൻ്റെ അകത്ത് ഇതുപോലത്തെ ബോട്ടിലും കാണാം നിങ്ങൾക്ക്. അങ്ങനെയാണ്. അപ്പോൾ ഒരു 3 ബോട്ടിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബോട്ടിലിൻ്റെ അകത്തുനിന്ന് നമുക്ക് നമ്മുടെ ബോട്ടിൽ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചെക്സ് ഒക്കെ ചെയ്യണം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ ടോപ്പിക്കിൽ പെട്ടതല്ല. അത് നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്ത് ഞാനത് പറയാം. അപ്പോൾ ഞാൻ ഈ സംഭവം മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിക്കൊള്ളുക. നമുക്ക് സാധാരണ മെഡിസിൻ കപ്പിൻ്റെ അകത്ത് മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മെഡിസിൻ കപ്പിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ സിറിഞ്ച് വെച്ചിട്ടാണ് മെഡിസിൻ കൊടുക്കുന്നത്. കാരണം ലിക്വിഡ് മെഡിസിൻസ് എല്ലാം സിറിഞ്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സിറിഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സിറിഞ്ചിന് പറയുന്ന പേരാണ് ഓറൽ സിറിഞ്ച്. ഇതാണ് ആ ഓറൽ സിറിഞ്ച്. ഈ ഓറൽ സിറിഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഒരു പർപ്പിൾ സിറിഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ എൻട്രൽ സിറിഞ്ച് എന്ന് പറയും. മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിറിഞ്ചാണ് ഓറൽ സിറിഞ്ച്. അപ്പോൾ ഈ ഓറൽ സിറിഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ടിപ്പ് കണ്ടോ, ഈ ടിപ്പിൻ്റെ അകത്ത് ഒരു ഫീമെയിൽ മൗത്ത് എന്ന് പറയും. ഈ ടിപ്പിന് പറയുന്നത് ഒരു ഫീമെയിൽ മൗത്ത്, വൈഡ് മൗത്താണിത്. അപ്പോൾ ഈ വൈഡ് മൗത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇവിടെ ഒരു സ്പൈക്ക് പോലത്തെ സാധനം കണ്ടോ, അത് ഈ സംഭവത്തിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങ് പിരിക്കും. ഇങ്ങനെ പിരിച്ചിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. ഓക്കെ, അങ്ങനെ ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മെഡിസിൻ എടുക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്ന പേര്, നമ്മൾ ഈ അടപ്പങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബങ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ബങ് അവിടെ ലോഡ് ചെയ്ത് വരും. അപ്പോൾ ഈ ബങ് വെച്ച് തന്നെ മെഡിസിൻ എടുക്കുക. ചില പിള്ളേർ ഈ ബങ്ങൊക്കെ ഊരി കളഞ്ഞിട്ട് ഈ സിറിഞ്ച് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കുത്തിക്കെറ്റിയൊക്കെ മെഡിസിൻ എടുത്തത് അത് റോങ് ആണ്. അവരൊക്കെ ഫെയിൽഡ് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് 10 സ്റ്റേഷൻ ജയിക്കണം. കാരണം ഓരോ സ്റ്റേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം ഓസ്ട്രേലിയക്കാർക്ക് 10ൽ 7 ജയിച്ചാൽ മതി. അതുപോലെ തന്നെ അവർക്ക് 50% മാർക്ക് മേടിച്ചാൽ മതി ഒരു സ്റ്റേഷനകത്ത് ജയിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഓസ്ട്രേലിയക്കാരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരോട് ചില സ്റ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറയും. കാരണം അവർക്ക് 3 എണ്ണം തോറ്റാൽ ഒരു കുഴപ്പമില്ല, അവർക്ക് സുഖമായിട്ട് ജയിച്ചു പോകും. നിങ്ങൾക്ക് പക്ഷേ അതല്ല, നിങ്ങൾക്ക് 10 ജയിക്കണം. അതുകൊണ്ട് ഒരു എക്സ്പേർട്ട് ട്രെയിനറുടെ അടുത്ത് നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്ന ടോപ്പിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, നമുക്കിതാണ് ബങ്. ഇനി ഈ ബങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബങ് നമുക്ക് നടുഭാഗത്തൊരു സ്പൗട്ട് പോലൊരു സാധനമുണ്ട്. ഈ സ്പൗട്ടിലോട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കുത്തരെ പിടിച്ചിട്ടൊന്ന് വലത്തോട്ടൊന്ന് ശക്കൽ അങ്ങ് തിരിച്ചു കഴിയുമ്പോൾ ലോക്ക് അങ്ങാവും. അപ്പോൾ ലോക്ക് അങ്ങായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെഡിസിൻ എടുക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ മെഡിസിൻ നമുക്ക് ഇങ്ങനെ ആസ്പിറേറ്റ് എടുക്കാം. ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു 0.2 കൂടുതൽ എടുക്കാനാണ് ഞാൻ പറയുന്നത്. ഒരു 0.2 കൂടുതൽ എടുക്കുക. എക്സാമ്പിൾ 3 ആണ്, 3.2 എടുക്കുക. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തട്ടി നമ്മൾ എയർ എക്സ്പെൽ ചെയ്ത് കളയണം. എന്നിട്ട് കണ്ണിൻ്റെ ലെവലിൽ പിടിച്ചിട്ട് നമുക്ക് ദാറ്റ് മച്ച് എമൗണ്ട് ഉണ്ടെന്ന് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ പ്രോംപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മെഡിസിൻ്റെ ഈ അടപ്പ് ഒരു പാത്രമായിട്ട് ആക്ട് ചെയ്യുന്നു. കേട്ടോ, ഇതുപോലത്തെ പാത്രം. ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ മെഡിസിൻ്റെ ഇങ്ങനെ കയറ്റി വയ്ക്കുക. ലോഡ് ചെയ്ത് മെഡിസിൻ കയറ്റി വെച്ച ശേഷം ഇത് കണ്ടോ പാത്രം പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് ഇത് ഒരു ചെറിയൊരു പാത്രം പോലെ, ഒരു കാർഡ്ബോർഡിൻ്റെ പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അവിടെ കാണാം. അതിൻ്റെ അകത്തേക്ക് ഈ സംഭവം വയ്ക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കണ്ടോ, ഞാൻ ഈ രണ്ടാമത്തെ പടത്തിൻ്റെ അകത്ത് ഈ സിറിഞ്ചിലോട്ട് നമുക്ക് ഈ ബോട്ടിലോട്ട് ഈ സിറിഞ്ച് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് വന്നിട്ട് ഇത് കണ്ട നേരെ കമത്തി പിടിക്കുക. ബോട്ടിൽ ഇങ്ങനെ കമത്തി പിടിച്ചിട്ട് ഇങ്ങനെ ആസ്പിറേറ്റ് ചെയ്ത് എടുത്താൽ മതി.
അതെ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് പ്രഷർ ഫീൽ ചെയ്യുവാണെങ്കിൽ കുറച്ച് എയർ ഇതിനകത്തേക്ക് പുഷ് ചെയ്താലും കുഴപ്പമില്ല, അത് ഓക്കെയാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ആസ്പിറേറ്റ് ചെയ്തെടുത്തിട്ട് മെഡിസിൻ എടുത്ത് ഒരു പാത്രത്തിനകത്ത് വെക്കണം. ഇങ്ങനെയാണ് ഇത് നമുക്ക് ഈ ന്യൂസിലൻഡ് സന്നാദിക്കകത്ത് നമുക്ക് ഈ മെഡിസിൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മെഡിസിൻ എടുത്ത് വെക്കുന്നത്. അപ്പോൾ മെഡിസിൻ എടുത്ത് വെക്കാൻ സിറിഞ്ച് എടുക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ് കുറേ പരിപാടിയുണ്ട്. നമ്മൾ പേഷ്യൻ്റ് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് വേറെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ടൈം ചെക്കും പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് നഴ്സിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പേഷ്യൻ്റെ അടുത്തേക്ക് മെഡിസിൻ കൊടുക്കുന്ന മെക്കാനിസം ഉണ്ട്. അപ്പോൾ എല്ലാം ഡിഫറൻ്റ് ആണ്. നമ്മുടെ ടോപ്പിക്കിൽ അത് വരുന്നില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ട്രെയിനറുടെ അടുത്ത് പോയി ചെയ്യുക. കാരണം ഇത് ആക്ടർ ഈ മെഡിസിൻ കുടിക്കത്തൊന്നുമില്ല, അവർ വേറെ രീതിയിൽ ആക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് വെപ്രാളപ്പെടും. കാരണം ഈ മെഡിസിൻ കൊണ്ട് നിങ്ങൾ പേഷ്യൻ്റ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് അവർ ഓരോ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രെയിനർ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പേഷ്യൻ്റ് എടുത്ത് കുടിക്കുവോ, ആക്ടർ എടുത്ത് കുടിക്കുവോ, ആക്ടർ എടുത്ത് കളയുവോ, ആക്ടർ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുവോ, ഇനി എന്നാ ചെയ്യുന്നൊക്കെ മൊത്തം കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഒരു നല്ല ട്രെയിനറുടെ അടുത്ത് പോയി നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എല്ലാ സ്റ്റേഷൻ്റെ അകത്തും പല രീതിയിലായിരിക്കും ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത്, പല മെക്കാനിസംസ് കാണിക്കുന്നത്. ഓസ്ട്രേലിയൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. മജോറിറ്റി സ്റ്റേഷൻസ്, കുറച്ച് സ്റ്റേഷൻസ് മാത്രം വ്യത്യാസമുള്ളൂ, ഒരു 3 സ്റ്റേഷൻ മാത്രം വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഓസ്ട്രേലിയൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് ഈ സിറിഞ്ച് ഓറൽ സിറിഞ്ച് യൂസ് ചെയ്യുന്നതും ഇതിൻ്റെ അകത്തേക്ക് ഈ ബങ്ങയിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ മെഡിസിൻ ഡ്രോ ചെയ്തിട്ട് എടുത്ത് വെക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാകുന്ന എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതുപോലെ മെഡിസിൻ കപ്പല്ല നമ്മളിത് യൂസ് ചെയ്യുന്നത് ഓറൽ സിറിഞ്ചാണ്. ഓക്കെ, ഇതുപോലെ ഇരിക്കുന്ന ഓറൽ സിറിഞ്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസിലൻഡ് ഓസ്കിക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ ഓഫ്ലൈൻ സപ്പോർട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇത്രയും നേരം വീഡിയോ കേട്ട നിങ്ങൾക്ക് താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് എല്ലാവർക്കും മനസ്സിലാവണം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട് ഇത്, പക്ഷേ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിതൊന്ന് അയച്ചിരുന്നത്. കാരണം ഒത്തിരി സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതെന്താ സംഭവിക്കുന്നത്, ഫില്ല് ചെയ്ത് പോയി, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചാടിപ്പോയി, മേത്ത് തെറിച്ചു, എക്സാം ഹാപ്പി അല്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വളരെ തോറ്റു പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കാരണം ഓരോ സ്റ്റെപ്പും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസിലൻഡ് ഓസ്കി അതുകൊണ്ട് 10 ജയിക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇവിടെയാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം വീഡിയോ കേട്ട നിങ്ങൾക്ക് ഏവർക്കും താങ്ക് യു വെരി മച്ച്. നമുക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.